ക്യാപ്റ്റനായിട്ടുള്ള റസ്മിൻ പുതിയ റൂൾ വെച്ചിരിക്കുകയാണ്. ഈ ആഴ്ച നടക്കുന്ന ടാസ്കുകളിൽ ആ റൂൾ കൊണ്ടുവരുമെന്നാണ് റസ്മിൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ആരെങ്കിലും അവിടെ റൂൾ തെറ്റിച്ചാണ് ഗെയിം കളിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനെ ആ ഗെയിം നിർത്തിവെക്കാം, എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ആരാണോ റൂൾ തെറ്റിച്ചത് ആ വ്യക്തിയെ മാറ്റി നിർത്താം. അങ്ങനെ പലതും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ക്യാപ്റ്റൻ, എന്തുകൊണ്ട് ക്യാപ്റ്റൻ ചെയ്തില്ല എന്നൊരു കാര്യം ചോദിച്ചിരുന്നു. എന്തായാലും റസ്മിൻ ആ റൂൾ നടപ്പിലാക്കാൻ പോവാണ് എന്നാണ് ഇന്നിപ്പോൾ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്യാപ്റ്റൻസി ടാസ്കിനാണ് ഈ മെയിൻ ആയിട്ട് ഇത്തവണ മത്സരിക്കുന്നത് എല്ലാവരും. അങ്ങനെ വരുന്ന സമയത്ത് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ വരും. അതിൽ ആരെങ്കിലും റൂൾ തെറ്റിച്ച് ഗെയിം കളിച്ചാൽ, ആരെങ്കിലും ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ നടപടിയെടുക്കുമെന്നാണ് റസ്മിൻ അവിടെ പറഞ്ഞത്. അത് പറയുമ്പോൾ എല്ലാവരും ജിൻഡോയാണ് ഉന്നം വെക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ജിൻഡോ ഫിസിക്കലി എല്ലാവരെയും അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു റോളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ജിൻഡോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇവിടെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, അഭിഷേകും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും കൂടി ജിൻഡോന്റെ അടുത്ത് അഭിഷേക് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേക് സോറി പറഞ്ഞിട്ടുണ്ട്, ജിൻഡോ ചെയ്തിട്ട് ജിൻഡോ അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഋഷി പറഞ്ഞത്. പിന്നീട് ഋഷിയും ജിൻഡോയും തമ്മിൽ ഇതിനെതിരെ ഭയങ്കരമായ വാക്പോര് നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളായി. ജിൻഡോ ഒരിക്കലും അംഗീകരിച്ചില്ല. ജിൻഡോ എൻ്റെ അടുത്തേക്ക് വരേണ്ട, ജിൻഡപ്പ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് സംസാരിച്ചുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ തിരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിൻഡോയും വിട്ടുകൊടുത്തില്ല. നീ ആരെയാടാ പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജിൻഡോയും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ജിൻഡോയും സംസാരിച്ചു. എല്ലാവരും കൂടി എന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ ആരെയാണ് ഫിസിക്കൽ അറ്റാക്ക് ചെയ്തത്, ഞാൻ മനഃപൂർവ്വം ആരെയും ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതായിരുന്നു ജിൻഡോയുടെ ന്യായം. എന്തായാലും ഇതിന്റെ പേരിൽ പിന്നീട് ഋഷിയും ജിൻഡോയും തമ്മിൽ ഒരു വാക്പോര് തന്നെ ഉണ്ടായി. ഋഷിക്ക് പിന്നെ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് വിളിച്ചു പറയാന്ന് യാതൊരു രൂപമില്ലാത്തതുകൊണ്ട് അത്രയ്ക്കുമൊന്നും എത്തിയില്ലെങ്കിലും ഋഷി അത്യാവശ്യമൊക്കെ വിളിച്ചു പറയുകയും ചൂടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ജിൻഡോ ഭയങ്കര കാമായിട്ടാണ് സംസാരിച്ചത്. ജിൻഡോ പറഞ്ഞത് എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, എന്നെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ജിൻഡോ പറഞ്ഞത്. ഞാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ളവരും കൂടി ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ മാത്രം പേരും പറയുന്നത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ജിൻഡോയാണ് കാണാൻ സാധിച്ചത്. അതിന്റെ പേരിൽ ഫുഡ് പോലും കഴിക്കാതിരിക്കുന്ന ജിൻഡോയാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്.